നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കുടം കയ്യിൽ പിടിച്ചിട്ട്, കയ്യിൽ എന്ന് പറയാൻ പറ്റില്ല, ഇരിക്കുകയാണ്, പടിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് വെണ്ണക്കുടം പിടിച്ചിരിക്കുന്നത്. ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ വലത്തെ കൈകൊണ്ട് എടുക്കുന്നു. ഇടത്തെ കക്ഷത്തിന്റെ അവിടെ ആയിട്ടാണ് ആ വെണ്ണക്കുടം വെച്ചിരിക്കുന്നത്. എന്നിട്ട് വലത്തെ കൈകൊണ്ട് അതെടുത്ത് കഴിക്കാൻ പോകുന്ന ഭാവത്തിലാണ്. നല്ല ഭംഗിയുള്ള തുടുതുടുത്തൊരു ഉണ്ണി കൃഷ്ണനാണ്. ഞാൻ കണ്ടിട്ടാട്ടോ വരണേ. കണ്ട പറയുമ്പോൾ കുറച്ചും കൂടി ആവേശം കൂടും എനിക്ക്. കേട്ടറിവാണ് എന്ന ഒറ്റ സെന്റൻസിൽ പറയുന്നതിനേക്കാളും ഇന്ന് ഉച്ചപൂജ തൊഴാൻ തരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഗുരുവായൂരപ്പനെ കണ്ടതിൽ. നല്ലോണം കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ് കണ്ടു തൊഴുതിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വെണ്ണക്കുടം കയ്യിലേന്തിയ വെണ്ണകൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയണം. ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ ഒരു പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കൊരു യാത്രയുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാനിതുപോലെ പറയുമ്പോൾ ഡേറ്റ് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവരുത് കേട്ടോ. ഇന്നത്തെ തീയതി 16-ാം തീയതിയാണ്. 16-ാം തീയതി തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഈ 16-ാം തീയതിയിലത്തെ കാര്യം മാത്രമേ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ചിലപ്പോൾ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. കൺഫ്യൂസ് ആയി പോകണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. രാജീവ് സന്തോഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, എനിക്കൊരു സംശയമുണ്ട്. തെറ്റാണ് എങ്കിൽ ക്ഷമിക്കണേ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയത് ഓലയിലല്ലേ? അന്നൊക്കെ ഓലയിൽ എഴുതുകയല്ലേ സമ്പ്രദായം? അതിൻ്റെ ഒറിജിനൽ ഇപ്പോഴും ഗുരുവായൂരിലുണ്ടോ? അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഒന്ന് പറയാമോ? അതിൻ്റെ ഒറിജിനൽ ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ്, നമ്മൾ ആരുടെയും കയ്യിലല്ല കേട്ടോ. ഞാനിത് അന്വേഷിച്ചിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആകാംക്ഷ. അതിൻ്റെ ഒറിജിനൽ എവിടെയെങ്കിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന്. അതൊക്കെ സൂക്ഷിക്കാൻ ശ്രീ ഗുരുവായൂരപ്പനെ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇത് വാങ്മൊഴിയാൽ കേട്ടും പറഞ്ഞും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെയായിരിക്കാം പറഞ്ഞിട്ടായിരിക്കാം കിട്ടിയത് എന്നാണ്. എന്തായാലും ഒറിജിനൽ നമ്മളാരും കണ്ടവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രേ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അടുത്തതായിട്ട് കുറേ മെസ്സേജസ് ഞാൻ അപ്പോൾ വായിക്കണം എന്ന് ആഗ്രഹിക്കണം. എന്നാലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറേ പേര് പറഞ്ഞു ഒരു അടുക്കും ചിട്ടയും ഉള്ള ജീവിതം വന്നു, നാരായണീയം വായിക്കാൻ തുടങ്ങി, 12 നമസ്കാരം ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കൃഷ്ണാരിമിത്രത്തിൽ വന്നതിന് ശേഷം ചെയ്യാൻ സാധിച്ചതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിങ്ങനെ നിറയും അല്ലേ? നമ്മൾ പറയണത് ഒരാൾ കേൾക്കുക, ഒരാൾ അനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് കേട്ടോ. അതിലൊരു സംശയവുമില്ല. നമ്മൾ പറയുന്നതിനൊന്നും ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വിഷമിക്കും. അങ്ങനെയും ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സംഗീത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ 3 വയസ്സുള്ള മോൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പഴയതുപോലെ ഒരാൾ ചെയ്ത ദുഷ്കർമ്മം കൊണ്ട് ഭഗവാനെ വിളിക്കുന്നുണ്ട്. ആകെ പ്രതിസന്ധിയിലാണ് ഞാൻ. സംഗീത, ഒരിക്കലും വിഷമിക്കാതിരിക്കൂ. ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ. 3 വയസ്സായിട്ടുള്ളൂ കുഞ്ഞിന്. എന്ത് തന്നെ വന്നതാണെങ്കിലും അത് മാറി അവള് മിടുമിടുക്കിയായിട്ട് മാറട്ടെ. അതിനെ മഞ്ചാടി കൊണ്ട് അല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തുലാഭാരം തൂക്കാമെന്ന് നേരു ഗുരുവായൂരപ്പന്. അതുപോലെ തന്നെ സ്വർണത്തിന്റെ നാവിന്റെ ഒരു രൂപം, ചെറിയ രൂപം മതി, അത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ നേരു. ഇവിടെ വന്ന് നാരായണ നാമം ചൊല്ലിപ്പിക്കൂ. കുഞ്ഞിനെ കൊണ്ട് നാരായണ പറഞ്ഞു കൊടുക്കൂ. അമ്മയും ചൊല്ലും. ബാലരക്ഷ ചൊല്ലി നമസ്കരിക്കൂ. എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ ചെയ്യൂ കേട്ടോ. കുഞ്ഞിനെ എടുത്ത് അടിപ്രദക്ഷിണം വെക്കാൻ സാധിച്ചാൽ അതും നല്ലതാണ്. 3 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയണത്. കുഞ്ഞിനെ എടുത്ത് അടിപ്രദക്ഷിണം വെക്കുകയും കൂടി ചെയ്യൂ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും, ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ,
ഇന്ന് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടില്ല കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കാണ്. അപ്പം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് തിരിച്ചു പോവാം അല്ലേ. ഈ അടുത്ത കാലത്ത് ഞാൻ ആണ്ടാളമ്മയെ പോലെ ഗുരുവായൂരപ്പനിലേക്ക് ലയിച്ചു പോയ ഒരു നന്ദിനി എന്ന് പറഞ്ഞ കഥ കേട്ടിരുന്നു. അത് ഞാൻ ഇതുവരെ കേൾക്കാത്ത കഥയാട്ടോ. ഞാൻ കേൾക്കാത്തതെല്ലാം നുണയാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ആധുനിക സംവിധാനങ്ങൾ വന്നതിന് ശേഷം അനേകം തെറ്റിദ്ധാരണകൾ പടർത്തുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ്, ഞാൻ എന്നെ ചേർത്ത് പറയാം, എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഉണ്ടായ കഥയാണ്, നടന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പരത്താറുണ്ട് കേട്ടോ. എല്ലാം ഒന്നും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അതിലൊരു ലോജിക് ഉണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് വിശ്വാസത്തിലേക്ക് എടുക്കൂ. ഇതെൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ. ആണ്ടാളമ്മയുടെ കഥ പറയാറില്ലേ ഞാൻ, അതേപോലെ തന്നെയാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഭഗവാനോടായിരുന്നു പ്രേമം, ഭഗവാനിൽ ലയിച്ചു പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ന്. അങ്ങനെ ഒരു സംഭവം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് പൂന്താനത്തിനെ അറിയാം, മേൽപ്പത്തൂരിനെ അറിയാം, കുറൂരമ്മയെ അറിയാം, അനേകം ഭക്തരെ നമുക്ക് അറിയാം അല്ലേ. ഈ അനന്തരാമ ദീക്ഷിതരെ അറിയാം. ഇങ്ങനെ എത്രയോ കാലം ആഞ്ഞം മാധവൻ നമ്പൂതിരി, അദ്ദേഹത്തിനെ അറിയാം. എന്താ പറയുക, ഒരു തമ്പുരാനെ കുറിച്ച് കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിനെ അറിയാം. മാനവേദ രാജാവിനെ അറിയാം. ഇങ്ങനെ അനേകം ഭക്തരെ കുറിച്ച് അറിയാം. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പരാമർശിച്ചെങ്കിലും കേൾക്കില്ലേ ഈ നന്ദിനി എന്ന കഥാപാത്രത്തിനെ? മഞ്ജുള വാരസ്യാരെ കുറിച്ച് അറിയാലോ നമുക്ക്. ഇതേപോലെ എപ്പോഴെങ്കിലും നമ്മൾ പരാമർശിച്ച് കേൾക്കില്ലേ? ഇതുവരെ കേൾക്കാത്ത അങ്ങനെ ഒരു കഥ പുതിയതായിട്ട് യൂട്യൂബേഴ്സ് നിർമ്മിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ. ചിലതിൽ ചില ലോജിക്കില്ലായ്മ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ആണ്ടാളമ്മ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട് എന്നുള്ളതിന് ഇന്നും തെളിവുണ്ട്. ആണ്ടാളമ്മയെ ഭഗവതിയമ്മയായിട്ടൊക്കെയാണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ആണ്ടാളമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആണ്ടാളമ്മയെ അറിയാത്തവരായിട്ട് തമിഴ്നാട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ഇങ്ങനെ ഒരു കഥാപാത്രം ഭഗവാന്റെ ഇത്രയധികം അടുത്ത ഒരു ഭക്ത ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും പൂർവികരെ പറഞ്ഞ് നമ്മൾ ഒരിക്കലെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് ഫേക്കാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനി ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയണില്ല, ക്രിയേറ്റേഴ്സിന് വിഷമാവണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല പല കഥകൾ കേട്ടാലും ലോജിക്ക് ഇല്ല എന്ന് തോന്നുന്ന കഥകളാണെങ്കിൽ അത് മനസ്സിലേക്ക് എടുക്കാതെ വിട്ടുകളയണം. നല്ല കഥയാണ് പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഇല്ലാത്ത കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അനേകം മാജിക് കാണിക്കുന്ന ആളല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഇല്ലാത്ത കഥകളും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ എന്ത് കഥയാ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടണില്ലാന്നേ. ഒരു കഥയും പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. എന്ത് കഥയാലേ ഞാനിപ്പോൾ പറയാം. അപ്പം നമുക്ക് ചോദ്യം തന്നെ എടുക്കാവും നല്ലത്. ഓക്കെ, അലീന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. മോളെ, ഞാൻ ഇന്നും രാവിലെ വിളക്ക് കൊളുത്തുന്നുണ്ട്, നാരായണീയം ചൊല്ലാറുണ്ട്. ഇവിടെ നോൺ വെജ് മസ്റ്റാണ്. ഞാനാണ് കുക്ക് ചെയ്യുന്നത്, ഞാൻ കഴിക്കാറുമുണ്ട്. എന്നും രാവിലെ നാരായണീയം ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, നാരായണീയം ചൊല്ലുന്ന സമയത്ത് ഉറപ്പായിട്ടും ശുദ്ധം ഉണ്ടാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കഴിക്കുന്ന ഉറപ്പുള്ള ദിവസം രാവിലെ നിങ്ങൾ കഴിച്ചോളൂ, എന്നിട്ട് രാവിലെ നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുമുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിക്കേണ്ടത് തോന്നരുത് കേട്ടോ. നിവേദ്യം കൊണ്ട് തുലാഭാരം എങ്ങനെയാണ്, എത്ര പൈസയാവും എന്നാണ് ജമുന ജനാർദ്ദനൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. നിവേദ്യം 1/4 യൂണിറ്റിന് 30 രൂപ എന്നാണ് കണക്ക്. നമ്മുടെ ശരീരഭാരം എത്രയുണ്ട്, എത്ര ചരക്ക് അധികമായിട്ട് നിവേദ്യം അവിടെ പാചകം ചെയ്യണം എന്നതിനെ അനുസരിച്ച് മാത്രമേ അതിൻ്റെ ഒരു കണക്ക് പറയാൻ പറ്റുള്ളൂ. മുൻകൂട്ടി ഇത്ര രൂപയാകും എന്ന് കൃത്യമായൊരു കണക്ക് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഏകദേശം എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്ന് ക്ഷേത്ര മാനേജറെ സമീപിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞ് അതിൻ്റെ സമയം കൺഫേം ചെയ്തിട്ട് ആ സമയത്തേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളൂ കേട്ടോ.
അടുത്തതായിട്ട് ഗ്രീഷ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ ഭഗവാന്റെ ഓടക്കുഴൽ ഊതി നിൽക്കുന്നത് സ്വപ്നം കണ്ടു. എന്തിനായിരിക്കും ഞാൻ ഭഗവാനെ അങ്ങനെ കണ്ടത്? ഞാൻ ഇന്നും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് 11 വയസ്സുള്ളൊരു മകനാണ്. അവൻ്റെ അസുഖമെല്ലാം ഭഗവാൻ മാറ്റി തരില്ലേ? അവൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. ഭഗവാൻ അവനെ അനുഗ്രഹിക്കില്ലേ? ചേച്ചി പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. കുട്ടി ഭാഗ്യം ചെയ്ത ജന്മമായതുകൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പനെ സ്വപ്നം കാണാൻ സാധിക്കുന്നത്. വലിയ അനുഗ്രഹമുള്ളവർക്കല്ലേ ഗുരുവായൂരപ്പൻ ഇങ്ങനെ മാജിക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനെ ഇങ്ങനെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്നറിയോ? നാരായണീയത്തിന്റെ രചന കഴിഞ്ഞതിന് ശേഷം മേൽപ്പത്തൂരിനാണ് അത്രേ 100ാമത്തെ ദശകം എഴുതാനായിട്ട് ആ താരുണ്യാരംഭരമ്യനായിട്ട് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണികൃഷ്ണനായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ എത്ര വലിയ ഭക്തന്റെ മുമ്പിലാ ഗുരുവായൂരപ്പനെ അങ്ങനെ പോണത്. ആ രൂപം കുട്ടിക്ക് കാണിച്ചു തന്നു എങ്കിൽ കുട്ടിയെ ഗുരുവായൂരപ്പനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. സന്തോഷമായിട്ടിരിക്കൂ കേട്ടോ. എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചിട്ടിരിക്കൂ. അടുത്തതായിട്ട് മഞ്ജുള ദേവകി എന്ന ഐഡിയിൽ നിന്നാണ്. നമസ്കാരം സവിത, മോളുടെ ഒട്ടുമുക്കാലും വീഡിയോസും ഞാൻ കാണാറുണ്ട്. വളരെ ഉപകാരപ്രദമാണ്. സന്ധ്യാസമയത്ത് നാമം ചൊല്ലുന്ന ശീലം പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ മക്കൾക്ക് അതിനൊന്നും യാതൊരു താല്പര്യവുമില്ല. ഓഫീസിൽ നിന്ന് വന്നാൽ സന്ധ്യ വരെ ഇരുന്നിട്ട് വിളക്ക് കൊളുത്തുന്ന സമയത്ത് കുളിക്കാൻ പോകും. കുഞ്ഞുങ്ങളെ ആ സമയത്ത് മേല് കഴുകാനും കൊണ്ടുപോകും. സന്ധ്യാസമയത്ത് കുളിക്കരുത് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് ദോഷമല്ലേ? എന്താണ് ഇതിനൊരു പ്രതിവിധി? പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ അയഞ്ഞു കൊടുക്കുകയും കൂടി വേണം. പണ്ടുള്ള ആൾക്കാർ പറയും പോയ വഴിയെ തളിക്കുക, അതായത് അടിച്ച വഴിയെ പോയില്ല പോയ വഴിയെ തെളിക്കുക പറയാറുണ്ട് അല്ലേ? തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിലൂടെ പോയിട്ടില്ല വെച്ചാൽ നമ്മൾ ആ വഴിയിലെ ഒബ്സ്റ്റക്കിൾസ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഇത്രയും മെൻ്റൽ സ്ട്രെസ് ഇല്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ മെൻ്റലി അവർ നല്ല സ്ട്രെസ്ഫുൾ ആയിരിക്കും. ജോലി ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ വന്നുടനെ കുളിക്കണം, വന്നുടനെ നാമം ജപിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ഇവിടെ കുട്ടികൾക്കൊക്കെ പറയണ്ട, 6 മണിയാവും അവർ യൂണിഫോം ചേഞ്ച് ചെയ്ത് കുളിച്ച് ഇറങ്ങി വരാനൊക്കെ. കാരണം 4 മണിക്ക് വരുന്നതാണ് കുട്ടികൾ. പക്ഷെ അവരുടെ അന്നത്തെ വിശേഷങ്ങൾ പറയണം. വരുമ്പോൾ തന്നെ വിശപ്പും കണ്ടാൽ വരിക. അപ്പം ഭക്ഷണം കഴിക്കണം. അതിനുശേഷം അന്നത്തെ വിശേഷം പറയണം. പരസ്പരം ഒന്ന് തല്ലി പിടിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ കുളിക്കാൻ കയറാൻ. ആ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ 6 അടിച്ചുണ്ടാവും ക്ലോക്കിൽ, അല്ലെങ്കിൽ 6:15 ഞാൻ എപ്പോഴും പറയും 4 മണിക്ക് 4:15 സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളാ ഇത്രയും നേരം വൈകിട്ട് കുളിച്ചിറങ്ങണത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിറ്റേ ദിവസം അവരങ്ങനെ തന്നെ ചെയ്യും. എൻ്റെയൊക്കെ അമ്മയുടെ സമയത്ത് അമ്മയോടൊക്കെ എതിർത്തൊന്നും പറയാനൊന്നും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയും. അമ്മയ്ക്കറിയാഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. അമ്മയൊന്ന് സ്കൂളിൽ വന്നിരുന്ന് നോക്കണം. അപ്പം എൻ്റെ അർത്ഥം ഞാൻ ഇതുവരെ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്നാട്ടോ. അതല്ല, മൂത്ത 2 കുട്ടികളോടാ പറയണത് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് പറയും ഒന്ന് കാലൊഴിഞ്ഞു തരൂ. അമ്മയോട് കാലൊഴിയാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് സമയമില്ല പറഞ്ഞാൽ ഉടനെ പറയും. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ട് അമ്മ 4 സ്റ്റെപ്പ് കളിച്ചു നോക്കൂ. അപ്പം മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചെയ്യണേന്ന്. എന്തോ വലിയ സംഭവം ചെയ്യണ പോലെ. നമ്മൾ 2ഉം 4ഉം കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയ കഥയൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് നടന്ന് സ്കൂളിൽ പോവുക എന്നുള്ളതാണ് ഓപ്ഷൻ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇന്നത്തെ പോലെ മുറ്റത്ത് തന്നെ സ്കൂൾ ബസ് ഒന്നും വരില്ല. അപ്പോൾ ഈ ജീവിത സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും ഗുണങ്ങളിലും ഒക്കെ വ്യത്യാസം വരും. പക്ഷെ അവർ നാമം ജപിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുക, സമയം വിട്ടുകളയുക. അതല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? ആ ഓഫീസിൽ നിന്ന് വരുന്നത് തന്നെ സന്ധ്യയ്ക്കാണെങ്കിലോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാണെങ്കിലോ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ദിവസം അവർ നാമം ജപിച്ചിട്ടുണ്ടാവണം എന്നൊരു നിർബന്ധം പറഞ്ഞു നോക്കൂ. ഇനി അവർ പറഞ്ഞാൽ കേട്ടില്ല വെച്ചാൽ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. ഉണ്ണികൃഷ്ണ, ഞാൻ എത്ര പറഞ്ഞിട്ടോ എൻ്റെ കുട്ടികൾ കേൾക്കുന്നില്ല, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണൻ 4 ദിവസം കൊണ്ട് നേരെയൊക്കെ ഒടിച്ചു മടക്കി കയ്യിൽ അങ്ങോട്ട് തരും. അതാ ഉണ്ണികൃഷ്ണൻ്റെ ഒരു സ്വഭാവം എന്ന് പറയണത്. നമുക്ക് പറ്റാത്ത എന്ത് കാര്യങ്ങളും ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഉണ്ണികൃഷ്ണ, എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഏതാ? നമുക്ക് പറ്റുന്ന കാര്യങ്ങളെ ഭഗവാൻ നമ്മളെ ഏൽപ്പിക്കുള്ളൂ. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ ഞാൻ ശ്രമിക്കാനായിട്ടല്ല, എന്നെ കൊണ്ട് സാധിക്കണില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണനെ ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ
ചിലതൊക്കെ അങ്ങനെയാ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഒരമ്മയും പെങ്ങളും മെസ്സേജ് അയച്ചത് കണ്ടില്ലേ? അവരുടെ വീട്ടിലെ കുട്ടിക്ക്, ഉണ്ണിക്ക് മദ്യപാനം എന്ന ശീലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ശീലമൊക്കെ അങ്ങോട്ട് പോയി ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴേ പോയുള്ളൂ എന്നും കൂടി പറഞ്ഞിരുന്നു ഇല്ലേ? അതേപോലെ പലതിനുള്ള പരിഹാരം ഭഗവാന്റെ കയ്യിലേ ഉള്ളൂ, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ ദോഷമല്ലേ, എൻ്റെ കുട്ടികൾ ഇതാ ദോഷം മാത്രം ചെയ്യണു, ഇങ്ങനെയൊന്നും ചിന്തിക്കാനേ പോണ്ട. അവര് ദോഷം ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. ഉണ്ണികൃഷ്ണൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോയിട്ട് അടുത്ത വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാതെ ഈ യാത്രയുടെ ദിവസങ്ങളിലൊക്കെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.